ഇസ്രായേലിൻ്റെ വംശഹത്യയെയും സയണിസ്റ്റ് ആശയങ്ങളെയും നിശിതമായി വിമർശിക്കുന്ന ലോകത്തുള്ള പ്രമുഖ വ്യക്തികൾക്കെതിരെ നടപടിയുമായി ഇസ്രായേൽ രംഗത്ത് വരികയാണ്. ഇസ്രായേൽ ഗവൺമെൻറ് 10ഓളം ആളുകളുടെ ഹിറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നു. ലോകപ്രശസ്തരായ പ്രമുഖ വ്യക്തികൾ ഇസ്രായേലിൻ്റെ വിമർശകരാണ് എന്ന ഒറ്റ കാരണത്താൽ അവർക്കെതിരെ പരസ്യമായ ഭീഷണിയുമായിട്ടാണ് ഇസ്രായേൽ രംഗത്ത് വന്നിരിക്കുന്നത്. ഇസ്രായേലിനെതിരെ വിമർശനം ഉന്നയിക്കുന്നവരെ, വംശഹത്യയെ വിമർശിക്കുന്നവരെ ഇപ്പോൾ ഇസ്രായേൽ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ്. ലോകത്തുള്ള പ്രമുഖ വ്യക്തികളുടെ ലിസ്റ്റാണ് ഇസ്രായേൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഗസയിലെ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയ ഇസ്രായേലിൻ്റെ നരമേധത്തെ പരസ്യമായി വിമർശിച്ച ആളാണ് പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തുൻബർഗ് ഈ ലിസ്റ്റിലുണ്ട്. അമേരിക്കയിലെ പ്രമുഖ വലതുപക്ഷ ഗ്രൂപ്പ് ഈ ലിസ്റ്റിലുണ്ട്. ട്രംപിൻ്റെ അനുയായികളായിരുന്നവർ, റിപ്പബ്ലിക്കൻ പാർട്ടിയെ പിന്തുണച്ചവർ, അത്തരം ആശയങ്ങൾ പ്രചരിപ്പിച്ചവർ, ഈ ആളുകൾക്ക് ജീവഹാനി ഉണ്ടാകാം, അവർക്കെതിരെ വിദ്വേഷ ക്യാമ്പയിൻ നടക്കാം. ഇങ്ങനെ പലവിധ ലക്ഷ്യങ്ങളോടുകൂടെയാണ് ഇസ്രായേൽ ഇത്തരം ഒരു ലിസ്റ്റ് പുറത്തിറക്കുന്നത്. ഇസ്രായേൽ ചെയ്യുന്ന നരമേധത്തെ, അവരുടെ വംശഹത്യാ പ്രോഗ്രാമിനെ ആർക്കും വിമർശിക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാക്കുക എന്നതാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. ഈജിപ്ഷ്യൻ അമേരിക്കൻ കൊമേഡിയനും മീഡിയ പേഴ്സണുമായ ബസാം യൂസുഫ് ഈ ലിസ്റ്റിലുണ്ട്. അതോടൊപ്പം ഈ ലിസ്റ്റിലെ പ്രധാനി ട്രംപിൻ്റെ കടുത്ത ആരാധകനും വലതുപക്ഷ പ്രചാരകനുമായിരുന്ന ടാക്കർ കൾസനാണ്. ടാക്കർ കൾസൻ ഇപ്പോൾ ഇസ്രായേലിൻ്റെ കടുത്ത വിമർശകനാണ്. ഇസ്രായേലിനെതിരെയും സയനിസ്റ്റ് ആശയങ്ങൾക്കെതിരെയും കടുത്ത വിമർശനം ഉന്നയിക്കുന്ന ആളാണ് ടാക്കർ കൾസൻ. ഇറാനിൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധം ഇസ്രായേലിന് വേണ്ടിയാണ്, ബെഞ്ചമിൻ നെതന്യാഹുവിന് വേണ്ടിയാണ് എന്ന് കടുത്ത ഭാഷയിൽ വിമർശിക്കുന്ന ആളാണ് ടാക്കർ കൾസൻ. അതുകൊണ്ട് തന്നെ ടാക്കർ കൾസനും ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ പ്രമുഖരായ വ്യക്തികളുടെ പേരുകളാണ് ഇസ്രായേൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇത് അവർക്കെതിരെയുള്ള ഒരു ഭീഷണിയാണ്, ഒരു ത്രെറ്റാണ്, മറ്റുള്ളവരെ ഭീതിപ്പെടുത്തുന്നതാണ്. ഇസ്രായേലിനെതിരെയുള്ള വിമർശന ശബ്ദങ്ങളെ നിശബ്ദമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്രായേൽ ഇത്തരം ഒരു ഹിറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല.